ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പേജ് നമ്പർ 13 ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ സബ് ക്വസ്റ്റ്യനായ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് റിമൈൻഡർ 1 or 2 ഓൺ ഡിവിഷൻ ബൈ 4. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത് നാച്ചുറൽ നമ്പർ ലീവിംഗ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4 ആയിരുന്നു. അപ്പം നമുക്ക് കിട്ടിയ സീക്വൻസ് ഏതായിരുന്നു? അതായത് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4. അപ്പം എന്തായിരുന്നു? 1, 5, 9, 13, 17 എക്സെട്ര. അടുത്തത് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 4. അത് എങ്ങനെയുള്ള സീക്വൻസ് ആയിരിക്കും കിട്ടുന്നത് നോക്കാം. ഡിവിഷൻ ബൈ 4 അതെന്തായിരിക്കും? റിമൈൻഡർ 2 ആയിരിക്കണം, പിന്നെയോ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാനും പറ്റണം. അങ്ങനെയുള്ള നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണ് എടുക്കേണ്ടത് അല്ലേ. അപ്പോൾ ഏത് വരും? 2 വരും, 6 വരും, 10, 14 എക്സെട്ര. ഇതാണ് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 4 എന്ന് പറയുന്ന സീക്വൻസ് അല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടിയതാണ് നമുക്ക് എടുക്കേണ്ടത് അല്ലേ. അപ്പം എന്തായിരിക്കും? 1, 2, 5, 6, 9, 10, 13, 17 എക്സെട്ര. ഇതാണ് നമ്മുടെ സീക്വൻസ് അല്ലേ. ഈ സീക്വൻസ് എന്താണെന്ന് ചോദിക്കുന്നത് അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്ന് പ്രൂവ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? നമുക്കിതിൻ്റെ കോമൺ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി അല്ലേ. കോമൺ ഡിഫറൻസ് എങ്ങനെയാണ് കാണല്? നമുക്കിതിൻ്റെ കോമൺ ഡിഫറൻസ് നോക്കാം. കോമൺ ഡിഫറൻസ് ഈക്വൽ ടു സെക്കൻഡ് അല്ലേ. സെക്കൻഡ് നമ്പർ ഏതാണ്? 2. 2 - 1 ഈക്വൽ ടു 1 ആണ്. ഇനി തേർഡ് നമ്പർ എടുത്ത് നോക്കാം. 5 - 2 ഈക്വൽ ടു 3. അപ്പോൾ ഇത് എന്താണ്? ഇതിനൊരു കോമൺ ഡിഫറൻസ് ഇല്ല. കാരണം എന്താണ്? ഫസ്റ്റ് 1, സെക്കൻഡ് 1 കിട്ടുന്നത് 3 ആണ് അല്ലേ. അപ്പം ഇവിടെ എന്താ എഴുതാം നമുക്ക്? ദർ ഈസ് നോ കോമൺ ഡിഫറൻസ്. Therefore, it is not an arithmetic sequence. ഇതിന് കോമൺ ഡിഫറൻസ് ഇല്ലാത്തതുകൊണ്ട് ഇതെന്തല്ല? അരിത്മെറ്റിക് സീക്വൻസ് അല്ല. സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയർ ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ, 5 സ്ക്വയർ എക്സെട്ര. ദീസ് ആർ ദി സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ഇപ്പോൾ 1 സ്ക്വയർ ഈക്വൽ ടു 1 ആണ്. 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16, 5 സ്ക്വയർ 25 എക്സെട്ര. ഈ സീക്വൻസ് ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. നമുക്ക് നോക്കാം. എന്താണ്? കോമൺ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. കോമൺ ഡിഫറൻസ് ഈക്വൽ ടു എന്ത് വരും? 4 - 1 ഈക്വൽ ടു 3. അടുത്തത് 9 - 4 ഈക്വൽ ടു 5. ഇത് രണ്ടെണ്ണം മാത്രം നോക്കിയാൽ അത് ഡിഫറെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി നമ്പേഴ്സ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എന്തില്ല? ഇതൊരു കോമൺ ഡിഫറൻസ് ഉള്ള ഒരു സീക്വൻസ് അല്ല. അതുകൊണ്ട് ഇതെന്തല്ല? ദർ ഈസ് നോ കോമൺ ഡിഫറൻസ്. It is not an arithmetic sequence. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ റെസിപ്രോക്കൽ ഓഫ് നാച്ചുറൽ നമ്പേഴ്സിന്റെ റെസിപ്രോക്കൽ എടുത്താൽ ആ സീക്വൻസ് അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം റെസിപ്രോക്കൽ ഓഫ് നാച്ചുറൽ നമ്പർ എന്തായിരിക്കും? 1/1, 1/2, 1/3, 1/4, 1/5 എക്സെട്ര. ഇതാണ് നാച്ചുറൽ നമ്പേഴ്സിന്റെ റെസിപ്രോക്കലിന്റെ സീക്വൻസ് എന്ന് പറയുന്നത് അല്ലേ. നാച്ചുറൽ നമ്പേഴ്സിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 1/1, 1/2, 1/3, 1/4, 1/5 എക്സെട്ര. ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ നോക്കാം. എന്താ ചെയ്യുക? കോമൺ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് നോക്കാം. കോമൺ ഡിഫറൻസ് എന്ത് വരും? 1/2 - 1/1.
നമുക്ക് എന്ത് ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം അല്ലെ. അതായത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന എങ്ങനെയാണ്, 1 into 1 മൈനസ്, ചെയ്യുന്നത് നോക്കിക്കോ, 1 into 1 മൈനസ് 1 into 2 ഡിവൈഡഡ് ബൈ 2 into 1. ഇങ്ങനെയാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്. ആദ്യത്തേതിന്റെ ന്യൂമറേറ്ററിന് രണ്ടാമത്തേതിന്റെ ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, മൈനസ് സെക്കൻഡ് വണ്ണിന്റെ ന്യൂമറേറ്ററിന് ഫസ്റ്റ് വണ്ണിന്റെ ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഹോൾ ഡിവൈഡഡ് ബൈ രണ്ടിന്റെയും ഡിനോമിനേറ്ററിന്റെ മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ എന്ത് വരും, 1 into 1 1 മൈനസ് 1 into 2 2 ഡിവൈഡഡ് ബൈ 2 into 1 2. അപ്പൊ 1 മൈനസ് 2 എത്രയാണ്, -1 ഡിവൈഡഡ് ബൈ 2. നമുക്ക് ആദ്യത്തേത് എന്ത് കിട്ടി, -1/2 എന്ന് കിട്ടി അല്ലെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്തത് എങ്ങനെയാന്ന് നോക്കാം അല്ലെ. അടുത്തത് എന്താണ്, 1/3 മൈനസ് 1/2. അതും നമുക്ക് ഇതേപോലെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് എന്ത് കിട്ടും, 1 into 2 മൈനസ് 1 into 3 ഡിവൈഡഡ് ബൈ 3 into 2. അപ്പൊ എന്ത് കിട്ടും, 1 into 2 2 മൈനസ് 3 ഡിവൈഡഡ് ബൈ 6 ആണ്. 2 മൈനസ് 3 മീൻസ് -1 അല്ലെ, ഡിവൈഡഡ് ബൈ 6. ന്യൂമറേറ്റർ സെയിം ആണ് രണ്ടിന്റെയും, കാരണം എന്താണ്, -1 ആണ് കിട്ടിയത് അല്ലെ. പക്ഷെ ഡിനോമിനേറ്റർ സെയിം അല്ല അല്ലെ. ഒരേ നമ്പർ തന്നെ ആവണ്ടേ കോമൺ ഡിഫറൻസ് ആണെങ്കിൽ. അപ്പൊ ഇവിടെ കോമൺ ഡിഫറൻസ് ഇല്ല അല്ലെ, രണ്ടും ഡിഫറെന്റ് നമ്പേഴ്സ് ആണ്. അതുകൊണ്ട് എന്തില്ല, there is no common difference, so it is not an arithmetic sequence. There is no common difference. Therefore, it is not an arithmetic sequence. ഇതും എന്തല്ല, അരിത്മെറ്റിക് സീക്വൻസ് അല്ല. അപ്പൊ റെസിപ്രോക്കൽ ഓഫ് ദി നാച്ചുറൽ നമ്പേഴ്സ് ഈസ് നോട്ട് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, പവേഴ്സ് ഓഫ് 2 ഈസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ആണ് അല്ലെ. അപ്പൊ എന്താണ്, 2ന്റെ പവേഴ്സ് എടുത്താൽ ആ സീക്വൻസ് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഇപ്പൊ പവേഴ്സ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്, 2^1 2^2 2^3 2^4 എക്സെട്ര. ഇതാണ് പവേഴ്സ് ഓഫ് 2. 2ന്റെ പവറിന്റെ സീക്വൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പൊ 2^1 എന്തായിരിക്കും, 2 ആണ്. 2^2 4 ആണ്. 2^3 8 2^4 16 എക്സെട്ര. ഇങ്ങനെയുള്ള സീക്വൻസ് ആണ് നമ്മൾ പവേഴ്സ് ഓഫ് 2 എടുത്താൽ വരുന്നത്. 2 4 8 16 എക്സെട്ര ആർ ദി പവേഴ്സ് ഓഫ് 2. അപ്പൊ ഇത് എന്താണ്, അരിത്മെറ്റിക് സീക്വൻസ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, കോമൺ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. കോമൺ ഡിഫറൻസ് ഈക്വൽ ടു 4 മൈനസ് 2 ഈക്വൽ ടു 2, 8 മൈനസ് 4 ഈക്വൽ ടു 4. അപ്പൊ ഇതെന്തല്ല, അരിത്മെറ്റിക് സീക്വൻസ് അല്ല അല്ലെ. ഇറ്റ് ഈസ് നോട്ട് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. Therefore, it has no common difference. അടുത്ത ക്വസ്റ്റ്യൻ, ഹാഫ് ഓഫ് ദി ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സിന്റെ ഹാഫ് എടുത്താൽ അങ്ങനെ കിട്ടുന്ന സീക്വൻസ് അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം ഓഡ് നമ്പർ എന്താണ്, 1 3 5 7 എക്സെട്ര അല്ലെ, അങ്ങനെ പോകുന്ന സീക്വൻസ് ആണ് ഓഡ് നമ്പറിന്റെ സീക്വൻസ്. അതിന്റെ ഹാഫ് എടുത്ത സീക്വൻസ് ആണ് നമുക്ക് അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്ന് നോക്കേണ്ടത്. നമുക്ക് നോക്കാം, 1/2 3/2 5/2 7/2 9/2 എക്സെട്ര. ഇതാണ് ഹാഫ് ഓഫ് ദി ഓഡ് നമ്പറിന്റെ സീക്വൻസ് എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം, കോമൺ ഡിഫറൻസ് നോക്കാം. കോമൺ ഡിഫറൻസ് എന്താണ്, 3/2 മൈനസ് 1/2 അല്ലേ. ഇതിൻ്റെ രണ്ടിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ന്യൂമറേറ്ററിൻ്റെ പ്രോസസ്സ് മാത്രമേ ഇവിടെ ചെയ്യാനുള്ളൂ. 3 മൈനസ് 1 ഡിവൈഡഡ് ബൈ 2. 3 മൈനസ് 1 എത്രയാണ്, 2. 2/2 ഈക്വൽ ടു 1 ആണ് അല്ലേ. അടുത്തത് നോക്കാം, 5/2 മൈനസ് 3/2. ഇവിടെയും ഡിനോമിനേറ്റർ സെയിം ആണ് അല്ലേ. അപ്പം നമുക്ക് ആ 2 അവിടെ എഴുതാം, ന്യൂമറേറ്റർ മാത്രം ചെയ്താൽ മതി. 5 മൈനസ് 3 എന്ന് പറയുന്നത് 2 ആണ്. ഇതിൻ്റെ
ഡിഫറൻസ് ഇത് 2/2 എന്ന് പറഞ്ഞാൽ എന്താണ് 1 ആണ് അല്ലേ. അതേപോലെ നമുക്ക് അടുത്ത നമ്പറും കൂടി നോക്കാം. 7/2 മൈനസ് 5/2. ഡിനോമിനേറ്റർ സെയിം ആണ്. 7 മൈനസ് 5 2/2 ഈക്വൽ ടു 1. ഇതെന്താണ്? ഇതിന് കോമൺ ഡിഫറൻസ് ഉണ്ട് അല്ലേ. എത്രയാണ് കോമൺ ഡിഫറൻസ് വരുന്നത്? 1 ആണ്. അപ്പോൾ ഇതെന്താണ്? തന്നിരിക്കുന്ന സീക്വൻസ് എന്ന് പറയുന്നത് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ് അല്ലേ. Therefore, it is an arithmetic sequence it has a common difference. അപ്പം ഓഡ് നമ്പറിൻ്റെ ഹാഫ് എടുത്തിട്ട് കിട്ടുന്ന സീക്വൻസ് എന്ന് പറയുന്നത് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ?